ശ്രീ ജയശങ്കർ, ഇപ്പോൾ CPM നേതാക്കൾ വിശദീകരിക്കുന്ന പോലെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഗൗരവത്തിൽ സർക്കാരും പാർട്ടിയും എടുത്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നടക്കുകയാണല്ലോ. ഈ മറുപടി തൃപ്തികരമാണോ? അൻവർ സർക്കാരിന് മുന്നിൽ വച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി. അല്ല, ഈ വിഷയങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് ഉന്നയിക്കാൻ പറ്റും. പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുക്കാം, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം. പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ നടപടി സ്വീകരിക്കും എന്ന് കാത്തിരുന്ന് അതിൽ തീരുമാനമുണ്ടാകുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് അദ്ദേഹം ചാടി പുറപ്പെട്ടതിൽ അസ്വാഭാവികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് PV അൻവറല്ല, ഒരു കോൺഗ്രസ് MLA ആണെന്ന് വിചാരിക്കാം. സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ പോലീസിനെതിരായിട്ട് വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പരാതി എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ പോലീസ് മേധാവിക്ക് കൊടുക്കുന്നു. ഒരാഴ്ച കാത്തിരിക്കട്ടെ, അതിലെന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? അതിന് പകരം കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലെ ആരോടും ഉന്നയിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് കേട്ടിട്ടുണ്ടോ? ഒരു വിഷയത്തിൽ നിരന്തരമായി പത്രസമ്മേളനം നടത്തി സർക്കാരിനെ, പോലീസിനെ വിമർശിക്കുന്നു. പുതിയ പുതിയ ആരോപണങ്ങൾ ദൈനംദിന അടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്നു. തീർച്ചയായിട്ടും അസ്വാഭാവികമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. PV അൻവറിന് എതിർപ്പുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് വേണ്ടത് SP ശശിധരനെ അല്ല, അല്ലെങ്കിൽ പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെ അല്ല, ADGP അജിത് കുമാറിനെയുമല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയുമല്ല. അവർക്ക് വേണ്ടത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള വലിയ ആസൂത്രണവും ഗൂഢാലോചനയും കർട്ടന് പുറകിൽ നടക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അവരുടെ കാണപ്പെടുന്ന ഒരു പോരാളി മാത്രമാണ് അൻവറല്ല. യഥാർത്ഥ പോരാളികൾ ഈ തിരശ്ശീലയ്ക്ക് പുറകിലുണ്ട്. അതാരാണ് എന്നതാണല്ലോ പൊതുസമൂഹത്തിന് അറിയേണ്ടത്. അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? ഈ നീക്കം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണോ? അതിന്റെ ഗൗരവം തിരിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മുഖ്യമന്ത്രി അൻവറിനെ പരിപൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെ വാർത്താ സമ്മേളനത്തിൽ മറുപടിയും നൽകിയത്? തീർച്ചയായിട്ടും ഇത് വേറെ ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അതുകൊണ്ടുള്ള അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചാരചക്ഷുസുകളായിട്ട് വിജിലൻസും ഉണ്ട്, ഇൻ്റലിജൻസും ഉണ്ട്, മറ്റ് സംവിധാനങ്ങൾ, ഒരുപാട് സൗകര്യം, നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരുപാട് സൗകര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കേരള മുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട് ഇത് അൻവർ ആത്മപ്രചോദിതനായിട്ട്, അല്ലെങ്കിൽ കേവലം ഒരു SP ശശിധരനെതിരായിട്ട്, അല്ലെങ്കിൽ സുജിത് ദാസിനെതിരായിട്ട് പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടതല്ല. ഈ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു അൻവർ. അൻവറിന് മുഖ്യമന്ത്രിക്ക് അൻവറും എന്ന് പറഞ്ഞാൽ അത് വളരെ ചക്കര അടയം പോലുള്ള ബന്ധമായിരുന്നു. എന്തുകൊണ്ട് ഇവർ തമ്മിൽ തെറ്റി? അതുപോട്ടെ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളല്ലേ KT ജലീൽ എന്തുകൊണ്ട് അൻവറിനെ പിന്തുണക്കും? അല്ലെങ്കിൽ പോലീസിലുള്ള പുഴുക്കുത്തുകളെ നീക്കുന്നതിന് ജലീലിന് ഒരു ബുദ്ധിമുട്ടുമില്ല. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പറഞ്ഞാൽ മതി, ഇത് ഇന്ന ആൾക്കാർ പുഴുക്കുത്തുകളാണ്, അവരെ മാറ്റണം എന്ന് പറഞ്ഞാൽ അൻവർ പറഞ്ഞാൽ കേൾക്കാത്ത മുഖ്യമന്ത്രി ഒരുപക്ഷെ ജലീൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും കേൾക്കും. കാരണം ജലീൽ പാർട്ടി മെമ്പർ അല്ലെങ്കിൽ പോലും നവകേരളം മാർച്ചിലടക്കം മുഖ്യമന്ത്രിയുടെ വലം കൈയായിട്ട് പങ്കെടുത്ത ആളാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തുകൊണ്ടൊരു അതൃപ്തി പോലീസ് സംവിധാനത്തെക്കുറിച്ചുണ്ടായി. പോലീസ് മേധാവി RSS നേതാവിനെ കണ്ടതൊക്കെ രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ക്രമസമാധാന പ്രശ്നമാണ്. ക്രമസമാധാന പ്രശ്നത്തിൽ തീർച്ചയായിട്ടും ഒരു മാർക്സിസ്റ്റ് MLA അല്ലെങ്കിൽ മാർക്സിസ്റ്റ് സഹയാത്രികനായ സ്വതന്ത്ര MLAക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്, അധികാരമുണ്ട്. ADGP അജിത് കുമാർ തീർച്ചയായിട്ടും കളങ്കിതനായ ഒരു വ്യക്തിയാണ്, യാതൊരു സംശയവുമില്ല. എത്രയോ കാലമായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പല നടപടികളും ദുരൂഹമാണ്, സംശയാസ്പദമാണ്. ഇന്നും ഇന്നലെ പറയാൻ തുടങ്ങിയതല്ലോ, എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അൻവറിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണ് പോലീസ് മേധാവിയെക്കുറിച്ച് പരാതി ഉണ്ടായത്. ഞങ്ങൾക്ക് അങ്ങനെയല്ല, എത്രയോ കാലമായിട്ട് ഇയാളുടെ കൊടതായ്മകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ ADGP വിജയനെ സസ്പെൻഡ് ചെയ്ത് മുതൽക്ക് എത്രയോ കാര്യങ്ങൾ. ഇവിടുത്തെ പ്രശ്നം അതല്ല, മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമാണ്. അതിൽ പാർട്ടിക്ക് അകത്തുള്ള ആളുകളുണ്ട്, പാർട്ടിയുടെ സമുന്നതരായ പല നേതാക്കന്മാരും ഉണ്ട്.